ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഏപ്രിൽ 26-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും മറ്റുള്ള സെക്ഷനിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് എൻ്റെ ക്ലാസ്സസ് വാച്ച് ചെയ്യും, അതിൽ തരുന്ന നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 90 to 95% മാർക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്: RBI ഡയറക്ട്സ് കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ടു സീസ് ഇഷ്യൂ ഓഫ് ഫ്രഷ് ക്രെഡിറ്റ് കാർഡ്സ് ആൻഡ് ബാർസ് ഓൺബോർഡിംഗ് ഓഫ് എ ന്യൂ ഓൺലൈൻ കസ്റ്റമേഴ്സ്. അപ്പോൾ RBI ഇപ്പോൾ കൊട്ടാക് മഹീന്ദ്ര ബാങ്കിനോട് ഫ്രഷ് ക്രെഡിറ്റ് കാർഡ്സ് ഇഷ്യൂ എന്നത് നിർത്തിവെക്കാനും അതേപോലെ ഓൺബോർഡിംഗ് ഓഫ് ന്യൂ ഓൺലൈൻ കസ്റ്റമേഴ്സിനെ ഓൺബോർഡ് സ്വീകരിക്കുന്നത് നിർത്താനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊട്ടാക് മഹീന്ദ്ര ബാങ്കിനോട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. The Reserve Bank of India has directed Kotak Mahindra Bank to cease issue of fresh credit cards with immediate effect. The Apex Bank has restricted the onboarding of new customers through online and mobile banking channels, according to RBI press release. These actions are necessitated based on significant concerns arising out of RBI's IT examination for 2022 and 2023. അപ്പോൾ ആ ഒരു എക്സാമിനേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഓൺലൈനായിട്ട്, അതായത് മൊബൈൽ ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴി പുതിയ കസ്റ്റമേഴ്സിനെ ഓൺബോർഡ് ചെയ്യുന്നത്, അതേപോലെ അതിൻ്റെ ഫ്രഷ് ക്രെഡിറ്റ് കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് നിർത്തിവെക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏത് ബാങ്കിനോടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? കൊട്ടാക് മഹീന്ദ്ര ബാങ്കിനോടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ലോറിയസ് സ്പോർട്സ് അവാർഡ്, നൊവാക് ജോക്കോവിക് ആൻഡ് ഐതാന ബോൺമാതി വിൻ ബിഗ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിച്ചാൽ കൂടുതലായിട്ട് ആക്കാൻ സാധിക്കും. ടെന്നീസ് ഗ്രേറ്റ് നൊവാക് ജോക്കോവിക് won the Laureus World Sportsman of the Year honor for a record extending 5th time after 2012, 15, 16 and 19. അപ്പോൾ ഇത് 5ാമത്തെ തവണയാണ് നൊവാക് ജോക്കോവിക്കിന് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടുന്നത്. അത് 2012, 15, 16, 19 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 24 കിട്ടി. While Spain's World Cup winning football star Aitana Bonmati won World Sportswoman of the Year award. അപ്പോൾ വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് ഫുട്ബോൾ സ്റ്റാറായ ഐതാന ബൊൺമതി ആണ്, സ്പെയിനിൻ്റെ ഐതാന ബൊൺമതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ബൊൺമാതി എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം, സ്പെല്ലിംഗ് നോക്കിയാൽ മതി. പിന്നെ മാഡ്രിഡിൽ വെച്ചിട്ട്. പിന്നെ സ്പെയിൻസ് ഫിഫ വേൾഡ് കപ്പ് വിന്നിംഗ് ടീം വേർ വോട്ടഡ് ആസ് ലോറിയസ് ടീം ഓഫ് ദി ഇയർ. അപ്പോൾ ടീം ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ആയിട്ടുള്ളത്, ടീം ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുള്ളത് സ്പെയിനിൻ്റെ ഫിഫ വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിനാണ് ലോറിയസ് ടീം ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇംഗ്ലണ്ട് സ്റ്റാർ ഫുട്ബോളർ ജൂഡ് ബെല്ലിംഗം വൺ ദ ലോറിയസ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ അവാർഡ് ഫോർ ഹിസ് ഏർലി ഇമ്പാക്റ്റ് അറ്റ് റിയൽ മാഡ്രിഡ്. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാർ ഫുട്ബോളറായ ജൂഡ് ബെല്ലിംഗമിന് വൺ ദ ലോറിയസ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ അവാർഡാണ് നേടിയത് ഫോർ ഏർലി ഇമ്പാക്റ്റ് ഇൻ റിയൽ മാഡ്രിഡ്. മീൻവൈൽ ലെജൻഡറി ജിംനാസ്റ്റ് സിമോൺ ബൈൽസ് വാസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹെർ സെൻസേഷണൽ കംബാക്ക് ടു ദ സ്പോർട്ട് ലാസ്റ്റ് ഇയർ. അപ്പോൾ നല്ല സെൻസേഷണൽ കംബാക്കിന് സിമോൺ ബൈൽസിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ. പിന്നെ ലോറിയസ് സ്പോർട്ട് ഫോർ ഗുഡ് അവാർഡ് കൊടുത്തിരിക്കുന്നത് ഫുഡാസിൻ റാഫേൽ നദാലിനാണ്. ഫണ്ടാസി. ഓക്കെ. പിന്നെ ലോറിയസ് വേൾഡ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ വിത്ത് ഡിസബിലിറ്റി അവാർഡ് കിട്ടിയിട്ടുള്ളത് ഡി ഗ്രൂട്ടിനാണ്. പിന്നെ ലോറിയസ് വേൾഡ് ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് അരീസ ട്രൂവിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. 6th edition of International Conference on a Disaster Resilient Infrastructure begins in New Delhi. അപ്പോൾ 6ാമത്തെ എഡിഷൻ ഓഫ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡിസാസ്റ്റർ റിസൈലിയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ബിഗിൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം.
KABIL എന്ന് വെച്ച് കഴിഞ്ഞാൽ കാബിൽ, അതിൻ്റെ ഫുൾ ഫോമാണ് ഖനിജ് ബിദേശ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ഖനിജ് ബിദേശ് ഇന്ത്യ ലിമിറ്റഡ് ഒരു MOU സൈൻ ചെയ്തിരിക്കുകയാണ് വിത്ത് CSIR NGRI ഫോർ അഡ്വാൻസിങ് ജിയോ ഫിസിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ ക്രിട്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് മിനറൽ സെക്ടർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കൊളാബറേഷൻ, ഈ MOU സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. The Khanij Bidesh India Limited signed a memorandum of understanding with the Council of Scientific and Industrial Research, National Geophysical Research Institute to foster a long-term collaboration in the field of geophysical investigations to bolster its ongoing projects and activities in critical and strategic minerals. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അഡ്വാൻസിങ് ജിയോ ഫിസിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ ക്രിട്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് മിനറൽ സെക്ടറിന് വേണ്ടിയിട്ടുള്ള കൊളാബറേഷനാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഹിന്ദുജാസ് ഇങ്ക്സ് ന്യൂ ഇന്ത്യ UK ഹെൽത്ത് കെയർ പാക്ട് വിത്ത് കിങ്സ് കോളേജ് ലണ്ടൻ. അപ്പോൾ ഹിന്ദുജാസ് ഗ്രൂപ്പ് ഒരു ഇന്ത്യ UK ഹെൽത്ത് കെയർ പാക്ട് എഗ്രിമെൻ്റ് ആണ് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത്. വിത്ത് കിങ്സ് കോളേജ് ലണ്ടൻ ആയിട്ടാണ് അത് സൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ ഹിന്ദുജാസ് ഗ്രൂപ്പ് ഇന്ത്യ UK ഹെൽത്ത് കെയർ പാക്റ്റ് ആണ് കിങ്സ് കോളേജ് ലണ്ടൻ ആയിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗവൺമെൻറ് അപ്രൂവ്സ് 1 year എക്സ്റ്റൻഷൻ ടു RBI ഡെപ്യൂട്ടി ഗവർണർ രവിശങ്കർ. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ 1 year എക്സ്റ്റൻഷനാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. RBI ഡെപ്യൂട്ടി ഗവർണറായ രവിശങ്കറിന് 1 year കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ടേം. അപ്പോൾ ആരൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഡെപ്യൂട്ടി ഗവർണേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സാണുള്ളത്. ഒരു ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണേഴ്സും ആണുള്ളത്. ഗവർണർ നമുക്ക് എല്ലാവർക്കും അറിയാം, ജസ്റ്റ് എ സെക്കൻഡ്, ഓക്കെ, ശക്തികാന്ത ദാസ് ആണ് ഗവർണർ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ 4 ഡെപ്യൂട്ടി ഗവർണർ, ഒരു ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണറും ആണ് ഉള്ളത്. അത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി ഗവർണേഴ്സാണ് ഈ പറയുന്നത്. ഡോക്ടർ MD പത്ര, പിന്നെ M രാജേശ്വർ റാവ്, T രവിശങ്കർ, പിന്നെ സ്വാമിനാഥൻ J. ഇപ്പോൾ രവിശങ്കറിൻ്റെ ടേമാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ക്രെഡിറ്റ് കാർഡ് സ്പെൻസ് റൈസ് 27% to 18.26 trillion rupees in financial year 24 RBI ഡാറ്റ. അപ്പോൾ RBI ഡാറ്റ പ്രകാരം ഇത് അറിയാൻ സാധിച്ചിട്ടുള്ളത് ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള എക്സ്പെൻഡിച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അത് 27% വർദ്ധിച്ചിരിക്കുകയാണ്. എന്നിട്ട് 18.26 trillion rupees ആയിരിക്കുകയാണ് ഫിസിക്കൽ ഇയർ 24 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡ് സ്പെൻസ് സർജ്ഡ് 27% year-on-year to ₹18.26 trillion in financial year 2023-24, അതായത് ഫിസിക്കൽ ഇയർ 24 പീരീഡിൽ, ഫ്രം നിയർലി 14 trillion rupees in the year ago period, according to the latest data released by the Reserve Bank of India. In March 2024, credit card spends rose nearly 10.07% to ₹1.64 trillion from ₹1.46 trillion in February. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം, നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ആക്സിസ് ബാങ്ക് റീഅപ്പോയിൻറ്റ്സ് അമിതാഭ് ചൗധരി ആസ് എ ചീഫ് ഫോർ എ ഫർദർ പീരീഡ് ഓഫ് 3 years. അപ്പോൾ ആക്സിസ് ബാങ്ക് റീഅപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് അമിതാഭ് ചൗധരിയെ അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് ഫോർ എ പീരീഡ് ഓഫ് 3 years റീഅപ്പോയിൻമെൻറ്റ് നടന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ പാസ്പോർട്ട് സെക്കൻഡ് ചീപ്പസ്റ്റ് ഇൻ ദ വേൾഡ്, നെക്സ്റ്റ് ഓൺലി ടു UAEs, ഓഫേഴ്സ് വിസ ഫ്രീ ആക്സസ് ടു 62 countries. അപ്പോൾ ഒരു റീസെൻറ്റ് സ്റ്റഡി റിവീൽ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ പാസ്പോർട്ടാണ് സെക്കൻഡ് ചീപ്പസ്റ്റ് ഇൻ ദ വേൾഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഓൺലി ടു UAEസിൻ്റെ ശേഷം ഇന്ത്യയുടെയാണ് വരിക. ഓഫേഴ്സ് വിസ ഫ്രീ ആക്സസ്, 62 രാജ്യങ്ങളിലേക്ക് വിസ ഫ്രീ ആക്സസും ഇന്ത്യ ഇപ്പോൾ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. എ റീസെൻറ്റ് സ്റ്റഡി ഹാസ് റിവീൽഡ് ദാറ്റ് ദ ഇന്ത്യൻ പാസ്പോർട്ട് റാങ്ക്സ് ആസ് ദ സെക്കൻഡ് ചീപ്പസ്റ്റ് പാസ്പോർട്ട് ടു ഒബ്റ്റെയിൻ വേൾഡ് വൈഡ്. It holds the distinction of being the most cost effective in terms of cost per year of validity. An Indian passport holder can travel to 62 nations visa free. അപ്പോൾ വിസ ഇല്ലാതെ 62 രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും.
Australian firm Compare the Market AU conducted comparison of passport acquisition costs across countries. The UAE passport clinches the top spot as the most affordable passport globally. അപ്പോൾ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള പാസ്പോർട്ട്, അതായത് ചീപ്പസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് എവിടെ നിന്നാണ് കൊടുക്കുന്നത്? UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന രാജ്യത്തിലാണ് ഏറ്റവും ചീപ്പസ്റ്റ് പാസ്പോർട്ട്. അത് കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ പാസ്പോർട്ടാണ്. സെക്കൻഡ് ചീപ്പസ്റ്റ് ഇന്ത്യൻ പാസ്പോർട്ടാണ്. അതേപോലെ 62 രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ വിസ ഫ്രീ ആക്സസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെക്സ്റ്റ് ന്യൂസ്, RBI's കമ്പൈൽഡ് മാസ്റ്റർ ഡയറക്ഷൻ ഓൺ ARCs ടു ബി ഇഫക്റ്റീവ് ഫ്രം April 24. അപ്പോൾ RBIയുടെ കമ്പൈൽഡ് മാസ്റ്റർ ഡയറക്ഷൻ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് എഫക്റ്റീവ് ആവാൻ പോവുകയാണ് April 24 മുതൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ അത് ഓൾറെഡി ആയിക്കഴിഞ്ഞു. RBI released a master direction for asset reconstruction companies saying the guidelines will be effective from April 24, 2024. Asset reconstruction companies are expected to have a minimum capital requirement of 300 crore rupees. അപ്പോൾ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസിന് വേണ്ട മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണ്? 300 crore rupees ആണ്. കമ്പയർഡ് ടു 100 crore ആസ് ഓൺ October 11, 2022. 100 crore ആയിരുന്നു അത് October 11, 2022. Existing asset reconstruction companies have been provided a glide path to achieve the minimum required net owned fund of 300 crore rupees as on March 21, 2026. പിന്നെ asset reconstruction companies with a minimum NOF of 100,000 crore rupees can act as resolution applicants. They are allowed to deploy funds in government securities and deposits with the scheduled commercial banks, Small Industries Development Bank of India, National Bank for Agriculture and Rural Development, or such other entities as may be specified by the central bank from time to time. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. India's population estimated at 144 crore, 24% in 0 to 14 age bracket, UNFPA report. അപ്പോൾ UNFPA റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ പോപ്പുലേഷൻ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 144 കോടി എന്നാണ്. 24% ആ പോപ്പുലേഷനും 0 to 14 ഏജ് ബ്രാക്കറ്റിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. ഇന്ത്യാസ് പോപ്പുലേഷൻ ഈസ് എസ്റ്റിമേറ്റഡ് ടു ഹാവ് റീച്ച്ഡ് 144 crore with 24% in 0 to 14 age bracket according to a recent report by UNFPA. United Nations Population Fund State of World Population 2024 report, Interwoven Lives, Threads of Hope, Ending Inequalities in Sexual and Reproductive Health and Rights, revealed India's population is estimated to double in 77 years. അപ്പോൾ ഇപ്പോൾ ഉള്ള പോപ്പുലേഷൻ, അതായത് 144 എസ്റ്റിമേറ്റഡ്, 144 കോടി, അത് ഡബിൾ ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത 77 വർഷം കൊണ്ട് ഡബിൾ ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ട്. പിന്നെ ഇന്ത്യ ലീഡ്സ് ഗ്ലോബലി വിത്ത് ആൻ എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ ഓഫ് 144.17 crore, ഫോളോഡ് ബൈ ചൈന അറ്റ് 142.5 crore അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട്. അപ്പോൾ ഇന്ത്യ ആണ് ഇപ്പോൾ പോപ്പുലേഷൻ ലീഡ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചൈനയുടെ കുറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 142.5 crore ആണ് ചൈനയുടെ, ഇന്ത്യയുടെ 144.17 crore ആണ്. ഈ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ അങ്ങനെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. India's population was recorded at 121 crore during the last census conducted in 2011. അപ്പോൾ 2011 സെൻസസിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ റെക്കോർഡ് ചെയ്തത് 121 crore ആണ്. കഴിഞ്ഞ സെൻസസ് 2011 നടത്തിയ സെൻസസിൽ ഉണ്ടായിട്ടുള്ളത്. The report further detailed that an estimated 24% of India's population is aged 0 to 14, while 17% is within the 10 to 19 age range. അപ്പോൾ 24% ഓഫ് പോപ്പുലേഷനും 0 to 14 നിൽക്കുന്നത്. അതേപോലെ 17% ഓഫ് ഏജ് ഗ്രൂപ്പ് 10 to 19 ഏജ് റേഞ്ചിലാണ് ഉള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രിവൺ.